ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒരു സൈഡ് വേ സെഷനുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും നല്ലൊരു കറക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 104 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 11,635-ലും, സെൻസെക്സിൽ ഏകദേശം 333 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 51,941-ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 284 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോടുകൂടി 34,800-ലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാ സെക്ടറുകളും തന്നെ റെഡിലാണ് എൻ്റെ ആയിട്ടുള്ളത്. അതിൽ തന്നെ മീഡിയ, റിയാലിറ്റി, PSU ബാങ്ക്, തുടർന്ന് ഓട്ടോ, ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ഇന്ന് നേരിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും പവർ സെക്ടറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു റാലി കാണാനുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് ഡിമാൻഡ്, അതുപോലെ തന്നെ പവർ സെക്ടറിൽ പവർ ഗ്രിഡ്, അതേപോലെ തന്നെ ടാറ്റ പവേഴ്സിനൊക്കെ ഉണ്ടായ ഗുഡ് ന്യൂസുകളാണ് ഈ ഒരു സെക്ടറിന് ഗുണകരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡ്, SBI ലൈഫ്, NTPC, ടൈറ്റാൻ, കോൾ ഇന്ത്യ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്സ്, ശ്രീ സിമെൻറ്റ്സ്, L&T, റിലയൻസ് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും നിഫ്റ്റിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഡിക്ലൈനാണ് ഉണ്ടായിരുന്നത്. സ്മോൾ ക്യാപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈൻ ഉണ്ടായത് 1.3%. തുടർന്ന് മിഡ് ക്യാപ്പിൽ ഏകദേശം 0.69% ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനെ കുറിച്ച്, ഒരു റിവേഴ്സലിൻ്റെ സാധ്യതകൾ കാണുന്നു എന്നുള്ളത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ SGX നിഫ്റ്റിയുടെ ഒരു ട്രെൻഡൊക്കെ തുറന്ന് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് മുഴുവനും ഒരു സൈഡ് വേ റാലികളായിരുന്നു ഉണ്ടായിരുന്നത്. തുറന്ന് സെക്കൻഡ് ഹാഫിൽ ഒരു ഡിക്ലൈനോട് കൂടിയാണ് എൻഡ് ആയിട്ടുള്ളത്. തുടർന്ന് നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിൽക്കുന്ന 15,500, 15,450 ആ ഒരു റേഞ്ചിലുള്ള സപ്പോർട്ട് സോണിനെ ഹോൾഡ് ചെയ്യുന്നിടത്തോളം നമുക്ക് നിഫ്റ്റിയിൽ ഇതൊരു കറക്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ നിന്നൊരു വീണ്ടും തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലായിരുന്നു. അതൊരു കറക്ഷനെ തുടർന്ന് ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. അതും നല്ലൊരു ഗുണകരമായിട്ട് തന്നെ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, നമുക്ക് നാളെ US മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ US റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് നാളെ പബ്ലിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ അതേ തുടർന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ അത് നിലനിർത്തുമോ, അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസും നാളെ വരാൻ പോകുന്നു. അപ്പോൾ അത് നമുക്ക് പ്രധാനമായിട്ടും US മാർക്കറ്റിനെയും അതുപോലെ അതിനെ ബേസ് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റുകളെയും ബാധിക്കുന്നൊരു ഡാറ്റയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് വേ റാലി ആയിരുന്നു, ഒരു റേഞ്ച് ബൗണ്ടഡ് റാലി ആയിരുന്നു. റേഞ്ചിൻ്റെ ലോയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി എൻഡായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ട്രെൻഡ് തുടരുന്നതിൻ്റെ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് കാണാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി 34,500 തുറന്ന് 34,200 ഈ ഒരു റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ 15,600 ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ 15,800 റാലി നമുക്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നല്ലൊരു 15,800 എന്ന് പറഞ്ഞൊരു സോൺ നല്ലൊരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ഈ സമയത്ത് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വരും ദിവസങ്ങളിലൊന്ന് വാച്ച് ചെയ്യുക. നമുക്ക് ഈ ഒരു ലെവലുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എൻട്രികളിലേക്ക് പോകുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാണാനുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ട്രെൻഡിൽ നിലനിൽക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിലും മിക്സഡ് ട്രെൻഡിലാണ്. SGX നിഫ്റ്റി ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ ഒരു രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ചെറിയൊരു ലോസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. 72.98 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമുക്ക് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡാറ്റയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ മാർക്കറ്റിൽ ഇന്ന് പെർഫോം ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റയും നമുക്ക് നാളത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. എന്നിരുന്നാലും രൂപ നമുക്ക് ചെറിയൊരു ലോസിലേക്കാണ് നിലനിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു സൈഡ് വേയിലേക്ക് നിലനിൽക്കുന്നു, മിക്സഡ് ട്രെൻഡിൽ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റിയും മറക്കാതെ ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പവർ ഗ്രിഡ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ബ്രേക്കൗട്ടുകളും ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ട്രാക്കിങ്ങിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടൈറ്റാൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് ട്രെൻഡുകളാണ് കാണാനുള്ളത്. അപ്പോൾ വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യുക. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡും കൂടെ നോക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റോക്കുകളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക.
ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ സ്റ്റെർലൈറ്റ് ടെക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വോക്കസ് ഗ്രൂപ്പുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഈ വോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫൈബർ അതുപോലെ തന്നെ നെറ്റ്വർക്ക് സൊല്യൂഷൻ പ്രൊവൈഡറാണ്. അപ്പോൾ അവരുടെ ഓസ്ട്രേലിയയിൽ അവർക്ക് ഹൈ കപ്പാസിറ്റി ഒരു നെറ്റ്വർക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിനുള്ളൊരു എഗ്രിമെൻ്റാണ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്കാണ് ഇവർ സ്റ്റെർലൈറ്റ് ടെക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വരോക്ക് എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർ കാൻഡറ GmbH അവരുമായിട്ടൊരു ധാരണാപത്രം സൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരോക്കിൻ്റെ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ക്ലസ്റ്ററിൽ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് കാൻഡറ GmbHൻ്റെ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് അതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ധാരണാപത്രത്തിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ബിർള സോഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ UK ബേസ്ഡ് ആയിട്ടുള്ള റെഗുലേറ്റീവ് AI അവരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഒരു സൈബർ റെഗുലേറ്ററി പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നതായിട്ട് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെൽസ്പൺ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 1725 കോടി വർത്ത് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഓർഡറുകൾ വിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ വിന്നോട് കൂടി കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് ഇപ്പോൾ 48,000 കോടിയിലാണ് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പേറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് നല്ലൊരു റാലിക്ക് ഇവർക്ക് കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ മാക്സ് ഫിനാൻഷ്യൽ സർവീസ് ഇവരുടെ Q4 നോക്കുമ്പോൾ ഏകദേശം 10 മടങ്ങിൻ്റെ വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 70 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 6.6 കോടിയായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു റവന്യൂ ഗ്രോത്തിന് കാരണങ്ങളായിട്ട് അവർ കാണിച്ചിരിക്കുന്നത് സ്റ്റോക്ക് റവന്യൂ ഗ്രോത്ത് അതേപോലെ തന്നെ ലോവർ ടാക്സ് എക്സ്പെൻസസ് ഒക്കെയാണ് ഈ ഒരു നല്ലൊരു പ്രോഫിറ്റിന് കാരണങ്ങളായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ ആ ഒരു വിഭാഗത്തിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 2 മടങ്ങായിട്ട് ഉയർന്നിരിക്കുന്നു എന്നും കമ്പനി കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തിട്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ വലിയൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 1334 കോടി റവന്യൂ നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 15 കോടിയായിരുന്നു നിലനിന്നത്. എന്നിരുന്നാലും ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവാൻ കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് അവരുടെ കുറച്ച് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ടായിരുന്നു. അതുവഴിയായിട്ട് അവർക്ക് ഏകദേശം 1470 കോടി സമാഹരിക്കാൻ സാധിച്ചു. അപ്പോൾ അതാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഇത്രയും വലിയൊരു നെറ്റ് പ്രോഫിറ്റിൻ്റെ വർധനവിന് കാരണങ്ങളായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 17% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2360 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഗെയിലിലേക്ക് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 37% ഡിക്ലൈൻ ആണ് ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നത്. 1908 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 12% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. 15,549 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 12% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ വരുന്ന ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ 3 IPOകൾ അടുത്ത ആഴ്ച വരാൻ പോകുന്നുണ്ട്. ആദ്യമേ തന്നെ കോംസ്റ്റാറിൻ്റെ IPO ഏകദേശം 285 മുതൽ 291 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ജൂൺ 14 മുതൽ 16 തീയതി വരെ ആയിരിക്കും സോണ കോംസ്റ്റാറിൻ്റെ IPO സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നവോദയ് എൻ്റർപ്രൈസസ് അവരും ജൂൺ 14 തീയതി IPO ആയിട്ട് വരാൻ പോകുന്നു. 20 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 14 തീയതി മുതൽ 17 തീയതി വരെ ആയിരിക്കും സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതേ തുടർന്ന് ശ്യാം മെറ്റാലിക്സ് IPO ഇവരും ജൂൺ 14 തീയതി വരാൻ പോകുന്നു. 303 മുതൽ 306 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 3 IPOകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. ഇനി അതുപോലെ തന്നെ പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ബൈപോൾ ലിങ്ക് അത് ഛത്തീസ്ഗഡ് അതേപോലെ തന്നെ തമിഴ്നാട് കേരള ഇതിനെ മൂന്നിനെയും ലിങ്ക് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ബൈപോൾ ലിങ്ക് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇന്നലെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്ക് പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിന്നത്. അതുപോലെ തന്നെ ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI ഒഡീഷയിലെ 3 പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ 51% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് ടാറ്റ പവറിന് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടാറ്റ പവറിന് ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അതുപോലെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വന്തം സബ്സിഡറി ആരംഭിച്ചിരിക്കുകയാണ്.
TMLCV മൊബിലിറ്റി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയൊരു സബ്സിഡറി അവർ ആരംഭിച്ചിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകളും കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസ് നടത്തുക. അതിനെ തുടർന്ന് മാത്രം ഡിസിഷനിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.